ഒരു ദിവസം വഅദ് കഴിഞ്ഞു. സംഘാടകർ പറഞ്ഞു, ഉസ്താദ് ഒരു വ്യക്തി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, അപ്പൊ അദ്ദേഹം നാളെ വരും, അദ്ദേഹത്തെ ഒന്ന് ഉസ്താദ് ഒന്ന് മീറ്റ് ചെയ്യണം. പറഞ്ഞ ആയിക്കോട്ടെ. പിറ്റേ ദിവസം വന്നപ്പോൾ പറഞ്ഞു അദ്ദേഹം വണ്ടിയിലാണ്, വലിയ സദസ്സ് കഴിഞ്ഞു. അങ്ങനെ പോകുമ്പോൾ വണ്ടിയിൽ അദ്ദേഹം ഇരിപ്പുണ്ട്, കാറിൽ വന്നിരിക്കുകയാണ്. അപ്പൊ ടൊയോട്ട ഒരു വാഹനത്തിൽ അദ്ദേഹം വന്നിരിപ്പുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ കാറിൽ അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ കാല് മുറിക്കപ്പെട്ടിരിക്കുക, മുട്ട് വരെ വെച്ച് മുറിച്ചിരിക്കുക. ഏത് നാട്ടുകാരാണെന്ന് ഞാൻ അദ്ദേഹത്തെ പറയുന്നില്ല. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദ് 40 വർഷമായിട്ട് ഞാൻ മക്കയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. എവിടെയാണ് ജോലി? മക്കയിലാണ്. വലിയ സമ്പത്തുണ്ട്, അള്ളാഹു എനിക്ക് വലിയ ആരോഗ്യം തന്നിരുന്നു, എല്ലാ നിലയ്ക്കും എനിക്ക് കഴിവുണ്ടായിരുന്നു. പക്ഷെ ഒരൊറ്റ പ്രാവശ്യം പോലും ആ പുണ്യമാക്കപ്പെട്ട ഗേഹം കാണാൻ അള്ളാഹു എന്നെ അനുവദിച്ചിട്ടില്ല, അള്ളാഹു തൗഫീഖ് കൊടുത്തിട്ടില്ല. 40 വർഷം പരിശുദ്ധമായ മക്കയുടെ ചാരത്ത് ജോലി ചെയ്തിട്ട് സഹോദരങ്ങളെ, ആ പവിത്രമാക്കപ്പെട്ട ഹറം ഷരീഫിൽ കാലുകുത്താൻ സൗഭാഗ്യം കിട്ടാതെ അവസാനം ഷുഗർ കൂടി കാല് മുറിച്ച് മാറ്റപ്പെട്ടുകൊണ്ട് നാട്ടിൽ വന്ന് വിശ്രമിക്കുന്ന ആ സഹോദരൻ പിറ്റേ വർഷം അതിന് വന്നപ്പോൾ അറിഞ്ഞു അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. ഇന്നും അദ്ദേഹം ഖബറിലാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കുമാറാവട്ടെ. ചിന്തിക്കണം. ആ വഅദ് കഴിഞ്ഞ് 2-ാം കൊല്ലം വഅദ് കഴിഞ്ഞ് 40 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 19 ദിവസത്തിനുള്ളിൽ അദ്ദേഹം ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞു പോയി. അതിന്റെ സംഘാടകർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ മരണപ്പെട്ടു, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇവിടെ നടന്ന ഒരു സംഭവമായതുകൊണ്ട് ഞാൻ ഓർമ്മ ഒതുക്കിയതാണ്. നമ്മൾക്കിടയിലും ഇത്തരത്തിലുള്ള ആളുകളില്ലേ? ചിന്തിക്കാൻ. സൗദിയിൽ ജോലി ഉണ്ടാകും, പക്ഷേ ആ പുണ്യമാക്കപ്പെട്ട ഗേഹം കാണാൻ പറ്റാത്ത എത്ര ആളുകളുണ്ട്. ഇത് റബ്ബ് തൗഫീഖ് കൊടുക്കാൻ ചെറിയ കാര്യമല്ല, വലിയൊരു തൗഫീഖാണ്. അള്ളാഹ് അനുഗ്രഹിച്ചവരൊക്കെ അവിടെ എത്താൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, അൽ ഹുജ്ജാജ് വൽ ഉമാർ വഫദുല്ലാഹ് ഇൻ സഅലഹു അതാഅ وإن استغفر له غفر له وإن دعوه أجيب له وإن شفعوا شفعوا. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി യാത്ര തിരിക്കുന്നവർ നിസാരക്കാരല്ല. അൽ ഹുജ്ജാജ് വൽ ഉമാർ വഫദുല്ലാഹ്. അല്ലാഹുവിന് വേണ്ടി പരിശുദ്ധമായ ഇഹ്റാം ചെയ്തുകൊണ്ട് തന്റെ വീടും തന്റെ നാടും തന്റെ കുടുംബത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് പവിത്രമായ പുണ്യമാക്കപ്പെട്ട ഗേഹമെന്ന് കാണാൻ അല്ലാഹുവിന്റെ തിരുസവിധം ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തിരിക്കുന്ന, തന്റെ നാടിനെയും തന്റെ സമ്പത്തിനെയും മുഴുവനും തനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി യാത്ര തിരിക്കുന്നതായ പടച്ചറപ്പിന്റെ സംതൃപ്തി മാത്രം ലക്ഷ്യം വെക്കുന്ന ഹജിമാരില്ലയോ? ഉംറ ചെയ്യുന്നതായ ഉമ്മമാരില്ലയോ? അവർ അല്ലാഹുവിന്റെ നിവേദക സംഘമാണ്. അവർ അല്ലാഹുവിന്റെ അതിഥികളാണ്. അവരെ നിങ്ങൾ നിസ്സാരക്കാരാക്കരുത്. അവരെ സാധാരണക്കാരില്ല സ്വാബ. അവർ അല്ലാഹുവിന്റെ നിവേദക സംഘമാണ്. അല്ലാഹുവിന്റെ സന്ദർശകരാണ്. അല്ലാഹുവിനെ സന്ദർശിക്കാനാണ് അവർ പോകുന്നത്. കാരണം ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ പടച്ച തമ്പുരാൻ അവരാരാധിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ ആദ്യമായി പണിതാകുന്ന പവിത്രമായ ഗേഹമാണ് കഅബ. ആ പവിത്രമായ ഗേഹമാകുന്ന കഅബയെ ഒന്ന് കാണാൻ വേണ്ടി യാത്ര തിരിക്കുന്നവനാണവൻ. പരിശുദ്ധമായ അമലുകൾക്ക് വേണ്ടി യാത്ര തിരിക്കുന്നവനാണവൻ. ഒരുമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ പാവസുരക്ഷിതനായി തീരാൻ തന്റെ കുടുംബത്തോട്, തന്റെ നാട്ടുകാരോട്, വീട്ടുകാരോട്, സർവരോട് പണക്കങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇണക്കത്തിലേക്ക് വരുത്തിക്കൊണ്ട് സന്തോഷത്തോടുകൂടി യാത്ര തിരിക്കുന്നവനാണവൻ. അവൻ അല്ലാഹുവിന്റെ അതിഥിയാണ്. അവൻ അല്ലാഹുവിന്റെ സന്ദർശകനാണ്. തീർന്നില്ല. ഇൻസഅലഹു അതാഅ
അതുകൊണ്ട് തന്നെ അവരെന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകുന്നതാണ്. എന്ത് ചോദിച്ചാലും അള്ളാഹു അവർക്ക് നൽകുന്നതാണ്. അള്ളാഹുവിനോട് യാചിക്കേണ്ട താമസം പടച്ച തമ്പുരാൻ അവരുടെ ലക്ഷ്യങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. അവരാരുടെയെങ്കിലും വിഷയത്തിൽ റബ്ബിനോട് ശുപാർശ ചെയ്താൽ തീർച്ചയായും പടച്ച തമ്പുരാൻ അവരുടെ ശുപാർശ സ്വീകരിക്കുന്നതാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഹാജിമാരെന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരല്ല, ഹജ്ജമ്മമാരെന്ന് പറഞ്ഞാൽ അവർ നിസ്സാരക്കാരല്ല. കാരണം അവരുടെ പവിത്രതയല്ല, അവർ പോകുന്ന സ്ഥലത്തിന്റെ മഹത്വമാണ്, അവർ ചെല്ലുന്ന സ്ഥലത്തിന്റെ മഹത്വമാണ്. ഫീഹി ആയാത്തുൻ ബയ്യിനാത് മഖാമു ഇബ്രാഹീം. പരിശുദ്ധമായ കഅബയെ പടുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്നതാകുന്ന പാറക്കല്ലയോ, ആ പാറക്കല്ല് കൊണ്ട് ഇബ്രാഹിം നബിയെ ഇതാ സഞ്ചരിക്കുകയാണ്. മകനാകുന്ന ഇസ്മായിൽ കല്ലെടുത്ത് കൊടുക്കുന്നു. പവിത്രമായ കഅബ പണിയാൻ വാപ്പയുടെ കൈകളിലേക്ക് കല്ല് കൊടുക്കുകയാണ്. വാപ്പ ഇതാ കല്ല് കയ്യിലെടുക്കുകയാണ്. മുകളിലത്തെ തട്ടിലേക്ക് കയറാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ പോലെ സൗകര്യങ്ങളില്ലാത്ത കാലഘട്ടം. അന്നിതാ പവിത്രമായ ഒരു കല്ലാണ്. ആ കല്ലിന്റെ മുകളിൽ കയറി ഇബ്രാഹിം നബി നിൽക്കുകയാണ്. കഅബ പടുക്കാൻ വേണ്ടി വിനിയോഗിക്കുകയാണ്. തിരിച്ച് വീണ്ടും ഇതാ ഇറങ്ങുകയാണ്. ലിഫ്റ്റിന്റെ ആധുനിക സൗകര്യങ്ങൾ കടന്നു വരുന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ലിഫ്റ്റായി ആ കല്ലിനെ മാറ്റുകയാണ്. ആ കല്ലല്ലയോ പരിശുദ്ധമായ മഖാം ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്നതാകുന്ന ആ പവിത്രമായ കല്ല്. ആ കല്ലിൽ തവാഫ് ചെയ്തതിനു ശേഷം അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കാൻ ലോക മുസ്ലിമീങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ വിളംബരം ചെയ്തല്ലയോ? സുന്നത്തായ അമലായ അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായ രീതിയിൽ പഠിപ്പിച്ചില്ലയോ? ഫീഹി ആയാത്തുൻ ബയ്യിനാത്. പരിശുദ്ധമാക്കപ്പെട്ടതായ മക്കയില്, പവിത്രമാക്കപ്പെട്ട കഅബയില് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഖുർആൻ പറയുകയാണ് മഖാമു ഇബ്രാഹീം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. വമൻ ദഖലഹു കാന ആമിനാ. ആരെങ്കിലും പവിത്രമായ ഹറം ഷരീഫിൽ ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരെ തീർച്ചയായും നിർഭയരാണ്. കാരണം മുസ്ലിമീങ്ങളല്ലാതെ മറ്റൊരു വ്യക്തിയും അവിടെ പ്രവേശനമില്ല. ഈമാനിന്റെ ദൃഢകാതലായ വ്യക്തികൾക്കല്ലാതെ അവിടെ പ്രവേശനമില്ല. ഹറം ഷരീഫിന്റെ പ്രത്യേകതയാണ്, ഹറമിന്റെ പ്രത്യേകതയാണ്. വമൻ ദഖലഹു കാന ആമിനാ. ആ ഹറമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, പവിത്രമാക്കപ്പെട്ട സ്ഥലത്തിലേക്ക് പ്രവേശിച്ചാൽ അവൻ നിർഭയത്വം നൽകപ്പെട്ടവനാണ്. അവൻ നിർഭയത്വം നൽകപ്പെട്ടവനാണ്. ആരും അവനെ ആക്രമിക്കുകയില്ല, ആരും അവനെ കൊല ചെയ്യുകയില്ല, ആരും അവനെ പ്രയാസപ്പെടുത്തുകയില്ല. ഇത് ഖുർആനിന്റെ വിളംബരമാണ്, ഖുർആനിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് ആ പവിത്രമാക്കപ്പെട്ട സ്ഥലത്തിലേക്ക് പോകുന്നവർക്കുള്ള പവിത്രത ചെറുതല്ല, ചെറുതല്ല. അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്. ഹാജിമാരും ഉംറ ചെയ്യുന്നവരും അല്ലാഹുവിന്റെ നിവേദക സംഘമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. എന്തിനാണ് ഉസ്താദേ അയാൾ വീണ്ടും ഹജ്ജിന് പോകുന്നത്, അയാൾ വീണ്ടും ഉംറയ്ക്ക് പോകുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയിൽ ഭാഗമാക്കാനാണ്. റസൂലുള്ളാഹി ദുആ ചെയ്യുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മഗ്ഫിർ ലിൽ ഹാജി വലിമൻ യസ്തഗ്ഫിറു ലഹുൽ ഹാജ്. അല്ലാഹുവേ
പടച്ചറബേ നീ ഹാജിമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, നീ പുറത്തു കൊടുക്കണേ നാഥാ, നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വെമ്പായം ചെറുമുക്ക് ദേശത്ത് നിന്ന് ഹജ്ജിന് വേണ്ടി പോകുന്നവർക്ക് മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നത് ഈ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലെ ജനവിഭാഗങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തുള്ള ഏതൊക്കെ വിശ്വാസികൾ പരിശുദ്ധമായ കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തിരിക്കുന്നവരുണ്ടോ, ഹജ്ജിന് വേണ്ടി തിരിക്കുന്നവരുണ്ടോ, അവർക്കെല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമേ. ഹബീബായ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഗഫിർ ലിൽ ഹാജ്, അല്ലാഹുവേ പടച്ചറബേ ഹാജിമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വലിമൻ യസ്തഗ്ഫിറു ലഹുൽ ഹാജ്, ഹാജിമാർ ആർക്കൊക്കെ വേണ്ടി പൊറുക്കലിനെ തേടുന്നുവോ അവർക്കും നീ പുറത്തു കൊടുക്കണേ നാഥാ, നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആയിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ ലഭിക്കും. ഹജ്ജിന് വേണ്ടി പോയ നമ്മുടെ പാകം അല്ലാഹു പുറത്തു തരും. കാരണം നബി എന്ത് ചെയ്തിട്ടുണ്ട്? ഇതായിരുന്നിട്ടുണ്ട്, അല്ലാഹുമ്മ ഗഫിർ ലിൽ ഹാജി, ഹാജിമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. മനസ്സിലാകുന്നുണ്ടോ? ഒരു വട്ടം ഹജ്ജ് ചെയ്താൽ മതി, അല്ലാഹു തൗഫീഖ് തരട്ടെ. മാത്രമല്ല വലിമൻ യസ്തഗ്ഫിറു ലഹുൽ ഹാജ്, ഹാജി ആർക്കൊക്കെ വേണ്ടി പൊറുക്കലിനെ തേടുന്നോ, ഹാജിമാര് അവിടെ ചെന്നിട്ട് പടച്ചവനെ ഞാനിന്ന ഹാജിയാര് ദുസലാം ഞാനിന്ന വ്യക്തി നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, പടച്ചറബേ അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ് ദ്വാരുന്ന അവർക്കും അല്ലാഹു നീ പുറത്തു കൊടുക്കണേ എന്ന് ആര് ദ്വാരുന്നിട്ടുണ്ട്? സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ അതുകൊണ്ട് ഹജ്ജിന് പോകുന്നു അയലോക്കത്തുള്ളവരല്ല, അയാള് പോയി പണി ഹജ്ജ് നമുക്ക് നിസാരവൽക്കരിക്കാൻ പാടില്ല. ഹാജിയാര് അവരെ പ്രത്യേകം ബഹുമാനമാണ്, അവരെ കാണുമ്പോൾ പള്ളി വെച്ച് കാണാൻ യാത്ര ചോദിക്കുന്നു, പള്ളിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് അസ്സലാമു അലൈക്കും ഞാൻ ഈ വർഷം ഹജ്ജിന് വേണ്ടി പോകണം എൻ്റെ കുടുംബവും. അവരിങ്ങോട്ട് വന്ന് പൊരുത്തം ചോദിക്കുന്നു. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലല്ലേ പൊരുത്തം ചോദിക്കേണ്ടുള്ളൂ. പൊരുത്തം എല്ലാ ഒരാൾ യാത്ര പോകുന്നുണ്ട്, അയാൾക്ക് കാണാൻ പറ്റിയില്ല, അയാളങ്ങ് പോയി, എന്നെ വന്ന് കണ്ടില്ല, മീറ്റ് ചെയ്തില്ല, ഞാൻ ഈ നാട്ടിലെ വലിയ ഭരണാധികാരിയാണ് എന്നും പറഞ്ഞ് നീ ഇരിക്കണ്ട, അങ്ങോട്ട് പോയിക്കോ. കാരണം അവരുടെ വിലയല്ല, പിന്നെന്താ അവർ പോകുന്ന സ്ഥലത്തിന്റെ മഹിമയാണ്. അതിനാണിത്. ദ്വാരപ്പിക്കുക അവരെ കൊണ്ട്, നമുക്കൊണ്ട് ദ്വാരക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരോട് പറഞ്ഞു? ഉംറയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് അനുവാദം ചോദിക്കുക. അല്ലാഹുവിന്റെ റസൂലെ ഞാൻ ഉംറയ്ക്ക് പോവാൻ. ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഷ്റഫുൽ ഖൽഖല്ലേ, സൃഷ്ടികൾ വെച്ച് ഏറ്റവും വലിയ മഹത്വമല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, എന്റെ പൊന്നു സഹോദരാ, നീ എന്നെ നിന്റെ ദുആയിൽ ഉൾക്കൊള്ളിക്കാതിരിക്കരുത്, മറക്കരുത്. ആദരവായ റസൂലുള്ളാഹി മറക്കല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി, ഞങ്ങളെ മറക്കത്തില്ല. എങ്കിൽ പോലും നബി പറയാൻ മനസ്സ് വെച്ചെന്നാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബിക്ക് വല്ല പാപമുണ്ടോ? ഒരു പാപവും ഇല്ല, മഅ്സൂമല്ലേ. بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما. മുൻപാപവും പിൻപാപവും പാപങ്ങളില്ല, എല്ലാ പാപം അല്ലാഹു പുറത്തു കൊടുത്തു. ആർക്ക്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാപം ഉണ്ടായിട്ട് പോലും ഇല്ല ആർക്ക്? നബിതകള്. പാപം ചിന്തിച്ചിട്ട് പോലുമില്ല അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനത്തെ നബി പറയാണ്, പാപം പുറത്തു കിട്ടാനല്ല, മറിച്ച് അതൊരു ചരിയാക്കാണ്. അങ്ങനെ ചോദിക്കണം. വലിയവൻ ചെറിയ വ്യത്യാസമില്ല, പോകുന്ന സ്ഥലത്തിന്റെ മഹിമയാണ്. മാമിൻ നബിയ്യിൻ ഇല്ലാ വഖദ് ഹജ്ജ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നബിമാരും ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു റിവായത്ത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുതലുള്ളവർ ഇങ്ങോട്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് മറ്റൊരു റിവായത്ത്. ആദം നബി അലൈഹി സ്വലാം ഹജ്ജ് ചെയ്ത് പറഞ്ഞില്ലേ? എത്ര ഹജ്ജ്? ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോയി. എത്ര? 40 ഹജ്ജ്. മാഷിയ നടന്നിട്ടാ പോയത്. അന്ന് വേറെ വഴിയൊന്നുമില്ല.
ഇന്നിപ്പോൾ പഴയ വഴികൾ പഴയ കാലഘട്ടത്തിൽ കപ്പലൊന്നും അല്ല, അല്ലാത്തെയും പല രീതിക്കൊക്കെ ഇന്ന് സംഭവ വികാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫ്ലൈറ്റിലൊക്കെ അങ്ങോട്ട് കയറി ഇരുന്നാൽ മതി. എയർപോർട്ട് ഇഷ്ടം പോലെ വന്നു. 3 എയർപോർട്ടാണ്, തിരുവനന്തപുരം, എറണാകുളം, കൊച്ചി, പിന്നെ കണ്ണൂര്. എവിടുന്ന് തിരിഞ്ഞാലും എയർപോർട്ട് ഇഷ്ടമാണ്. പിന്നെ റോഡുണ്ടല്ലോ കരിപ്പൂര്, അല്ലേ, 4 എണ്ണം. അങ്ങനെവരും കൂട്ടുണ്ടോ? നമ്മുടെ അല്ലല്ലോ, നമ്മുടെ സംസ്ഥാനമല്ല. അപ്പൊ 4 എയർപോർട്ട് വന്നിരിക്കണം, എവിടെ നിന്ന് വേണമെങ്കിലും പോകാം. 2,50,000 രൂപ ഗവൺമെന്റ് തലത്തിലാണെങ്കിൽ ഒരുമിച്ച് കൂട്ടിയാൽ, പിന്നെ അത് നമ്മൾ ചെന്ന് ഇവിടെ എയർപോർട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നമ്മൾക്ക് ചെലവിന് വേണ്ടി കൊണ്ട് തരുകയും ചെയ്യും. ഇതൊക്കെ ഒരുമിച്ച് കൂട്ടാൻ നിയ്യത്ത് വെക്കുകയാണെങ്കിൽ സുഖമായിട്ട് കൂട്ടാം. നമ്മൾ ഇഷ്ടം പോലെ പൈസ ഒരുമിച്ച് കൂട്ടി കുറച്ച് പൈസ കിട്ടുകയാണെങ്കിൽ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് ഗ്ലാറ്റയിൽ വിരിക്കണം. അതൊക്കെ നമ്മുടെ പരിപാടി. കുറച്ച് ടൈല് വിരിക്കുക, വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ടൈല് വിരിക്കുക, കുറച്ച് കാശ് അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ അടിച്ചു പൊളിക്കുക. ഒരു കാര്യവും നമ്മൾ നീയത്തില്ല, ദീനിൻ്റെ വിഷയത്തിന് വേണ്ടി ചെലവഴിക്കുക. നീയത്ത് വെക്കണം. പഴയ കാലഘട്ടങ്ങളിൽ അവർ ചെലവ് കഴിച്ച് മിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിന് വേണ്ടി പരിശ്രമിക്കുക, പൈസ മിച്ചം പിടിക്കുക, അതിനു വേണ്ടി തന്നെ നീയത്ത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എല്ലാം കഴിഞ്ഞ് 60 കഴിയട്ടെ എന്ന് പറയുക. ഇന്ത്യയിൽ നിന്ന് പോകുന്നവരൊക്കെ അതുകൊണ്ട് തന്നെ ഹജറുൽ അസ്വദ് മുത്താൻ പെടാപ്പാട് വിടുക. വേറെ കൗമിൻ്റെ അടുത്ത് അവിടെ ചെന്ന് നോക്കണം. വേറെ ടീമുകളുണ്ട്, പാകിസ്ഥാനികളിലൊക്കെ നല്ല ഊരാണ്. ഇവിടെ നിന്ന് നമ്മുടെ നാട്ടായൊക്കെ ഒറ്റ തള്ളുകളിൽ യാള്ള ഹജറുൽ അസ്വദും വിട്ട് ഒറ്റ പോക്ക്. ഇങ്ങോട്ട് പിന്നെ 7 തൊട്ട് വരില്ല. അതെന്താ? നമ്മളൊക്കെ ആശുക്കളാണ് അവരുടെ മുന്നിൽ. അവർ സംഭവം ഡാല് കഴിച്ചിട്ടാണ് നിൽക്കുന്നത്. പരിപ്പും നല്ല 1 ചപ്പാത്തിയൊക്കെ വെച്ചിട്ട് അവർ നിൽക്കുക. പക്ഷെ ആരോഗ്യം, നമ്മളിവിടെ മട്ടനും ചിക്കനും ഒക്കെ അടിച്ചിട്ട് ചെന്നിട്ടും കാര്യമില്ല. കൈ കൊണ്ട് വെക്കുമ്പോൾ തന്നെ ഇറാനികളൊക്കെ പെണ്ണുങ്ങൾ ഒരൊറ്റ തള്ളു കള്ളി കഴിഞ്ഞാൽ യാള്ള മുസ്ലിയാർ 10,000 അപ്പുറത്തോട്ട് 10 മൈൽ അപ്പുറം അമീറായിട്ട് വന്നതാണ്. മുസ്ലിയാരെ കാണുന്നില്ല, ഇടയപ്പെട്ടു പോയി. എന്താ സംഭവം? ആരോഗ്യമില്ല. 60-70 വയസ്സാകുമ്പോഴാണ് നമ്മൾ നിയ്യത്ത് വെക്കുന്നത്. വേറെ രാജ്യങ്ങളിലൊക്കെ ഉള്ളവരെ കണ്ടു നോക്കണം നിങ്ങൾ. ഇന്തോനേഷ്യ, മറ്റ് രാജ്യങ്ങളൊക്കെ ഉള്ളവർ, അവിടെ പോയിട്ടുള്ളവർക്കറിയാം, നല്ല ആരോഗ്യമാണ്. പ്രായത്തുള്ള നല്ല ആരോഗ്യമുള്ള സമയത്ത് അവർ വരുന്നത്. നമ്മളിൽ ആരോഗ്യമുള്ളൊരു 15 വയസ്സുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ആരെങ്കിലും നിയ്യത്ത് വെക്കുന്നുണ്ടോ? എനിക്കൊരു ഹജ്ജിന് പോകണം, ഉംറയ്ക്ക് പോകണമെന്ന് നിയ്യത്ത് വെക്കുന്ന എത്ര ആളുകളുണ്ട്? നമ്മൾ അങ്ങനെ വല്ല ഓഫർ കൊടുക്കും. 10ാം ക്ലാസ് ജയിക്കുന്ന ഒരു മകനോട് പറയാം, മോനെ നീ +2 ജയിച്ചാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ട് നിനക്ക് ഒരു ഉംറയ്ക്ക് ഉണ്ടോ എന്ന് വാപ്പ ഓഫർ കൊടുക്കും. നിനക്ക് ഞാൻ ഡൂക്ക് വാങ്ങിച്ചു തരാം, ഓടിച്ചിട്ട് യാള്ള ഏതെങ്കിലും കൊക്കയിലേക്ക് മറിയണം, ഹലാക്ക്, അതിനുവേണ്ടി ഡൂക്ക് വാങ്ങിച്ചു തരാം. അതാണ് നമ്മൾ കൊടുക്കുന്ന ഓഫർ. ഈ ഡൂക്കിന്റെ പൈസ 2 3 വെച്ച് കഴിഞ്ഞാൽ 3 മക്കളെ റാഹത്തായിട്ട് ഉംറയ്ക്ക് കൊണ്ട്. അത് മനസ്സിലാക്കാം. നമ്മൾ ഓഫർ കൊടുക്കലുണ്ട, അത് നമ്മുടെ മൈൻഡിൽ, മക്കളുടെ മൈൻഡിലോട്ട് ആ ഒരു ചിന്ത നമ്മൾ കൊടുക്കുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചെറിയ സ്ഥലമാണോ പരിശുദ്ധമായ കഅബ? സുബ്ഹാനല്ലാഹ്. ഏത് അമ്പിയാക്കൾ അവിടെ കാലുകുത്താത്തത്? ഏത് ഔലിയാക്കളാണ് അവിടെ ചെല്ലാത്തത്? ഏത് മഹത്തുക്കളാണ് അവിടെ എത്തിപ്പെടാത്തത്? നമ്മൾ ഹതഭാഗ്യർ, തെറ്റിലകപ്പെട്ടവർ. നമ്മുടെ കണ്ണുകളും കാതുകളും നാവുകളും മലീമസമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് റബ്ബ് നമ്മളെ അങ്ങോട്ട് എത്തിക്കാത്തത്. നമ്മൾ തേങ്ങണം, നമ്മളെപ്പോഴും പൊട്ടിക്കരയണം. എന്താണ് ആ സ്ഥലം? എന്താണ് അറഫ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ റഅയ ശൈത്താൻ വസഗറ വലാ ഹഖറ വലാ അഗ്ലല മിൻ യൗമി അറഫത. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. മാ റഅയ ശൈത്താൻ വസഗറ വലാ അഹ്ഖറ വലാ അഗ്ലള മിൻ യൗമി അറഫത. അറഫ ദിവസത്തിനേക്കാൾ ദേഷ്യമുള്ള ഒരു ദിവസം ഇബ്ലീസിനില്ലത്രേ. അറഫ ദിവസത്തെക്കാൾ നിന്ദനാകുന്ന, നിസാരനായി ഭൂമിയിൽ ഇബ്ലീസ് കഴിയുന്ന ഒരു ദിവസം ഈ ലോകത്ത് സൂര്യൻ ഉദിച്ചിട്ടില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കാരണം ലോകത്തുള്ള സർവ്വവിശ്വാസ സമൂഹവും അന്ന് അവരുടെ ഹൃദയം പരിശുദ്ധമായ കഅബയാണ്. ഹാജിമാര് പരിശുദ്ധമായ അറഫ മൈതാനിൽ നിന്നുകൊണ്ട് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരന്നുകൊണ്ട് ചൂടുള്ള സമയത്ത് അള്ളാഹുവിനോട് യാചിക്കുകയാണ്, അല്ലാഹ്
പാപം പുറത്തു തരണേ റബ്ബേ. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിലായി കഴിഞ്ഞോടുകയാണ്. അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസ സമൂഹം അവരുടെ ദുൽഹജ്ജ് 9 അന്ന് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ് നാടുകളിൽ. അതുകൊണ്ട് തന്നെ മാറുയ ശൈത്താനു അസഗറ വലാ അഖറ വലാ അഗ്റള മിൻ യൗമി അറഫത. അറഫാ ദിവസത്തേക്കാൾ നിസ്സാരമായി പിശാചിനെ കാണപ്പെടുന്ന ഒരു ദിവസം മറ്റൊരു ദിവസത്തെ പോലെയില്ല. അറഫാ ദിവസമാണ് അവൻ ഏറ്റവും ദേഷ്യം. കാരണം അന്ന് മോമിനികൾ മുഴുവനും ഇബാദത്തിലായി കഴിയാം. സാലിഹീങ്ങളാകുന്ന ആളുകൾ മുഴുവൻ അറഫ മൈതാനിയിലെത്തി ആ ചുട്ടുപഴുത്തതാകുന്ന മണലാരിണത്തിൽ നിന്നുകൊണ്ട് പടച്ചറബിനോട് പാപമോചനത്തിന് അർത്ഥിക്കാൻ ഒരേ സ്വരത്തിൽ ഒരേ വസ്ത്രത്തിൽ നിന്നുകൊണ്ട് പടച്ചറബിനോട് വലിയൊരു ലോകമഹാസംഗമം തീർക്കുകയാണ്.